ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 8-ാമത്തെ ആയത്ത്. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين ومن الناس എന്നുള്ള നൂനിന് ഷദ്ദുണ്ട്. മൻ യഖൂലു എന്നുള്ളത് മൻ യഖൂലു എന്ന് ഇദ്ഗാമായിട്ടാണ് ഓതുന്നത്. വീണ്ടും ആമന്ന നൂനിൻ്റെ ഷദ്ദ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വമാ ഹും ബിമുഅ്മിനീൻ ആയത്തിൻ്റെ അവസാന ഭാഗത്തിൽ കാണുന്ന ഇഖ്ഫ ആണ്, മണിച്ചുകൊണ്ടാണ് അവിടെ ഓതേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. തങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചിരിക്കുന്നുവെന്ന് പറയുന്ന ചിലർ ജനങ്ങൾക്കിടയിലുണ്ട്. അവർ വിശ്വാസികളല്ല. സത്യനിഷേധികളിലെ 2-ാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണ് ഖുർആൻ. അവരെക്കുറിച്ച് വർത്തമാനം ആരംഭിക്കുന്നത് തന്നെ ജനങ്ങൾക്കിടയിലുണ്ട് എന്ന നീരസത്തിൻ്റെ സ്വരത്തിലാണ്. മദീനയിൽ വെച്ച് മാത്രം പ്രവാചകൻ നേരിടേണ്ടി വന്ന ഒരു വിഭാഗത്തെക്കുറിച്ചും അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ചുമാണ് ഇനിയുള്ള ഏതാനും സൂക്തങ്ങളിൽ പരാമർശിക്കുന്നത്. മക്കയിലും മദീനയിലും വെച്ച് ഇസ്ലാമിനോട് പരസ്യമായി ശത്രുത പ്രഖ്യാപിച്ച സത്യനിഷേധികളെപ്പോലെയല്ല ഇവർ. തങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ആണയിടുന്നവർ, അതിനാൽ വിശ്വാസി സമൂഹത്തിൻ്റെ ഭാഗമായവർ. പുറത്ത് മുസ്ലിങ്ങളാണെങ്കിലും യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. മദീനയുടെ പ്രത്യേക സാഹചര്യത്തിൽ വിശ്വാസം അഭിനയിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അവരെക്കുറിച്ചാണ് ഖുർആനും ഹദീസുകളും കപടവിശ്വാസികൾ അഥവാ മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. നിഫാഖിൻ്റെ കർത്തൃനാമമാണ് മുനാഫിക്ക്. കടന്നു പോവുക എന്നർത്ഥമുള്ള നഫക്കയിൽ നിന്നാണ് നിഫാഖ് നിഷ്പന്നമായിരിക്കുന്നത്. തുരങ്കത്തിനാണ് നഫക്ക് എന്ന് പറയുക. പുറത്തേക്ക് 2 ദ്വാരങ്ങളുള്ള എലിമടയെ നാഫിക്ക എന്ന് വിളിക്കും. 2 മുഖങ്ങളുള്ളയാളാണ് മുനാഫിക്ക്. പുറത്തേക്കുള്ള മുഖം മുസ്ലിമിൻ്റേതാണ്, അകത്തെ മുഖം സത്യനിഷേധിയുടെയും. മുനാഫിക്കുകളുടെ നേതാവായി അറിയപ്പെട്ടിരുന്നയാളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ എന്താണ് നിഫാഖ് എന്ന് എളുപ്പത്തിൽ അറിയാൻ കഴിയും. അബ്ദുല്ലാഹിബിൻ ഉബയ്യുബിൻ സുലുൽ യദ്രിബിലെ പ്രധാന ഗോത്രമായിരുന്ന ബനു ഖസ്റജിൻ്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. ദീർഘകാലമായി തങ്ങൾ പോരാട്ടത്തിലായിരുന്ന ബനു ഔസുമായി ഖസ്റജ് ഗോത്രക്കാർ ഏറെക്കുറെ രമ്യതയിലെത്തുകയും അതിന് കാരണക്കാരനായ അബ്ദുല്ലാഹിബിൻ ഉബയ്യിനെ തങ്ങളുടെ രാജാവാക്കാൻ യദ്രിബുകാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്രിബിലെത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടെ പ്രവാചകന്റെ പട്ടണം എന്ന അർത്ഥത്തിൽ മദീനത്തുർ റസൂൽ എന്ന് അറിയപ്പെടാൻ ആരംഭിച്ച യദ്രിബാണ് പിന്നീട് മദീനയായി തീർന്നത്. ദൈവദൂതൻ വന്നതോടെ സ്വാഭാവികമായും മദീനയുടെ ഭരണാധികാരി അദ്ദേഹമായി. ഇബ്നു സുലൂലിൻ്റെ നേതൃമോഹത്തിന് ഇത് വലിയ തിരിച്ചടിയായി. പ്രവാചകാഗമനത്തിന് ശേഷം ഉടനെ തന്നെ ഇബ്നു സുലൂൽ ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിക്കുകയും നബിയുടെ സ്വന്തക്കാരനാകാൻ ശ്രമിക്കുകയും ചെയ്തു പോന്നു. കാര്യങ്ങളിൽ അധികവും പ്രവാചകൻ പ്രധാനമായും കൂടിയാലോചിച്ചത് തന്നോടൊപ്പം മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളോടായിരുന്നുവെന്നത് സഹനേതാവെങ്കിലും ആകാമെന്ന ഇബ്നു സുലൂലിൻ്റെ സ്വപ്നത്തെയും തകർത്തു. എങ്കിലും പ്രതിഷേധം പുറത്തു കാണിക്കാതെ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം നിലകൊണ്ടു. ബദർ യുദ്ധത്തിന് ശേഷമാണ് ഇബ്നു സുലൂലിൻ്റെ കാപഢ്യം പ്രകടമാകാൻ തുടങ്ങിയത്. അതോടുകൂടിയാണല്ലോ മദീനയിലെ ഇസ്ലാം വെല്ലുവിളികളെ നേരിടാൻ ആരംഭിച്ചത്.
മദീനയിലെ ജൂതഗോത്രങ്ങളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നയാളായിരുന്നു അദ്ദേഹം. ബദറിന് ശേഷം നടന്ന ഒരു കൊലപാതകത്തോടനുബന്ധിച്ച് ബനൂ ഖൈനുഖ ജൂതഗോത്രം മദീന രാജ്യത്തോടുള്ള കരാർ ലംഘിക്കുകയും അതോടനുബന്ധിച്ച് അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയും ചെയ്തതോടെ ഇബ്നു സുലൂലിൻ്റെ തനി നിറം പുറത്തു വരാൻ തുടങ്ങി. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുകയും ജൂതന്മാരെ പുറത്താക്കാൻ അനുവദിക്കുകയില്ല എന്ന് കയർക്കുകയും ചെയ്തു. ഇബ്നു സുലൂലിൻ്റെ കാപട്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമായിരുന്നു അത്. ഉഹദിലേക്ക് മുസ്ലിങ്ങളോടൊപ്പം യുദ്ധത്തിന് പുറപ്പെട്ട അദ്ദേഹവും കൂട്ടരും വഴിയിൽ വെച്ച് നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് പിന്മാറി. രണ്ടാമത്തെ ജൂതഗോത്രമായ ബനൂ നദീറും രാജ്യദ്രോഹ കുറ്റം ചെയ്ത് മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഇബ്നു സുലൂൽ അവരെ സഹായിക്കുകയും മദീനയിൽ തന്നെ തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോരാടാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ബനൂ മുസ്തലഖ് യുദ്ധത്തിന് ശേഷം മുഹാജിറുകളെയും അൻസാരികളെയും ഭിന്നിപ്പിക്കുവാൻ ശ്രമം നടത്തി. നബി പത്നി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള അപവാദ പ്രചാരണത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകാനായി ഒരുങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ ചൂടുകാലത്ത് യുദ്ധത്തിന് പോകുന്നത് അപകടകരമാണെന്ന് പറഞ്ഞ് അവർക്കിടയിൽ കുഴപ്പങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചതും ഇബ്നു സുലൂലും കൂട്ടരും തന്നെയാണ്. അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള പള്ളി എന്ന വ്യാജേന ഒരു കെട്ടിടമുണ്ടാക്കി മദീനയിൽ സാമൂഹ്യ ശിഥിലീകരണത്തിന് ശ്രമിച്ചതായിരുന്നു അവരുടെ അടുത്ത സേവനം. ഇസ്ലാമിനെ കൊണ്ടുള്ള മെച്ചങ്ങൾ മുഴുവൻ അനുഭവിക്കുകയും ഇസ്ലാമിന് വേണ്ടി യാതൊന്നും നൽകാതിരിക്കുകയും ചെയ്യുകയും സന്നിഗ്ധ ഘട്ടങ്ങളിലെല്ലാം മുസ്ലിം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ നയം. അവരെക്കുറിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെന്ന് ആണയിടുന്നവരാണെങ്കിലും അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. മതം കൊണ്ട് കളിച്ച ജൂതന്മാരെ പോലെ അള്ളാഹു ശപിച്ച വിഭാഗമാണ് മുനാഫിക്കുകൾ. കാരണങ്ങൾ അള്ളാഹു തന്നെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. കപടവിശ്വാസികളും കപടവിശ്വാസിനികളും എല്ലാം ഒരേ തരക്കാരാണ്. തിന്മ കൽപ്പിക്കുകയും നന്മ വിലക്കുകയും സ്വന്തം കൈകൾ പിൻവലിക്കുകയും ചെയ്യുന്നവർ. അവർ അള്ളാഹുവെ മറന്നപ്പോൾ അവൻ അവരെയും മറന്നു. കപടവിശ്വാസികൾ അധാർമികൾ തന്നെ, തീർച്ച. കപടവിശ്വാസികൾക്കും കപടവിശ്വാസിനികൾക്കും സത്യനിഷേധികൾക്കും അള്ളാഹു നരകാഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്കത് മതി. അള്ളാഹു അവരെ ശപിക്കുകയും ചെയ്തു. നിത്യമായ ശിക്ഷയുണ്ടവർക്ക്. 9-ാം അധ്യായം 67-68 വചനങ്ങൾ. ഖുർആനിലും ഹദീസുകളിലും മുനാഫിക്കുകളെ കുറിച്ച് വന്ന പരാമർശങ്ങളുടെ വെളിച്ചത്തിൽ അവർ പ്രധാനമായും 2 വിഭാഗമാണെന്ന് പണ്ഡിതന്മാർ വർഗീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗത്തിനുള്ളത് വിശ്വാസത്തിൽ തന്നെയുള്ള കാപട്യമാണ്. ഏറ്റവും അപകടം പിടിച്ച കാപട്യമാണിത്. അവർ യഥാർത്ഥത്തിൽ അവിശ്വാസികൾ തന്നെയാണ്. പുറമേക്ക് വിശ്വാസിയായി അഭിനയിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ രാജ്യത്തോടൊപ്പം നിൽക്കുന്നവരാണെന്ന് വരുത്തി തീർത്ത് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മാത്രമാണ് അവരുടെ ലക്ഷ്യം. രാഷ്ട്രമില്ലാത്ത ഇടങ്ങളിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗമായി നിന്ന് ഉള്ളിൽ നിന്ന് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുക. അവസരം ലഭിക്കുമ്പോഴെല്ലാം അവർ മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കും. അള്ളാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും മരണാനന്തര ജീവിതത്തിലുമെല്ലാം വിശ്വസിക്കുന്നവരാണെന്ന് അവർ ആണയിടും. എന്നാൽ അവർക്കകത്ത് അശേഷം വിശ്വാസമുണ്ടാവുകയില്ല. ഇസ്ലാമിനോട് അവർക്ക് വെറുപ്പാണ്. ഉള്ളിലാണ് അവരുടെ വെറുപ്പും ശത്രുതയും. ഏതെങ്കിലും അവസരങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുവെന്നോ അദ്ദേഹം കൊണ്ടുവന്നതെന്നോ ഉറപ്പുള്ള എന്തിനെയെങ്കിലും നിഷേധിക്കുകയോ വെറുക്കുകയോ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും നാശത്തിൽ സന്തോഷിക്കുകയോ ദൈവിക മതത്തിന് പ്രാബല്യമുണ്ടാകുന്നതിൽ അമർഷം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഈ കാപട്യമുള്ളവരുടെ ലക്ഷണങ്ങളായി ചില പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. മുസ്ലിങ്ങളുടെ തകർച്ച ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കളിയാക്കിക്കൊണ്ടിരിക്കുക, മുസ്ലിങ്ങൾക്കെതിരെ ചാരപ്രവർത്തനങ്ങൾ നടത്തുക, തങ്ങൾ തന്നിഷ്ടപ്രകാരം ചെയ്യുന്നവയെ
ഇസ്ലാമികമായി ന്യായീകരിക്കാൻ ശ്രമിക്കുക, തിന്മ കൽപ്പിക്കുകയും നന്മ വിരോധിക്കുകയും ചെയ്യുക. മുസ്ലിം സമൂഹത്തിൻ്റെ ഗുണകാംക്ഷികളായി എല്ലായ്പ്പോഴും സ്വയം അവരോധിക്കുക എന്നിവയാണ് ഇത്തരം കപടവിശ്വാസികളുടേതായി ഖുർആൻ പറയുന്ന 6 സ്വഭാവങ്ങളെന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹ്മഹുല്ല തൻ്റെ മദാരിജുസ് സാലിക്കീനിൽ പറയുന്നുണ്ട്. പ്രവർത്തനങ്ങളിലെ കാപട്യമാണ് രണ്ടാമത്തേത്. ഇതുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാണ്, സ്വബോധത്തോടെ ഇസ്ലാം സ്വീകരിച്ചവർ തന്നെ. ഗോത്ര നേതാക്കൾ മുസ്ലിങ്ങളായപ്പോൾ അവരോടൊപ്പം മുസ്ലിങ്ങളായവരായിരുന്നു അവരിൽ ചിലർ. മുസ്ലിങ്ങളെ തകർക്കണമെന്ന ലക്ഷ്യമൊന്നും അവർക്കില്ല, ഉള്ളിൽ ശത്രുതയുമില്ല. എന്നാൽ ഇസ്ലാമിനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. ജാഹിലിയ്യത്തിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളുമൊന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ അവർ സന്നദ്ധരല്ല. തങ്ങളുടെ കച്ചവടവും വരുമാനവുമെല്ലാമാണ് അവർക്ക് പ്രധാനം. ദീൻ അവരുടെ അവസാനത്തെ പരിഗണനയിൽ മാത്രമേ വരൂ. ദീൻ ഹൃദയത്തിലേക്ക് വേണ്ട രൂപത്തിൽ കടന്നു ചെന്നിട്ടില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെ അവിശ്വാസത്തിൻ്റെ സ്വഭാവങ്ങൾ അവർ പ്രകടിപ്പിക്കും. അത്തരം സ്വഭാവങ്ങളെല്ലാം പ്രകടിപ്പിക്കാൻ തുടങ്ങിയാൽ അവരും ഒന്നാമത്തെ വിഭാഗം കപടവിശ്വാസികളും സമമായി തീരും. അത്തരക്കാരെക്കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്: കപടന്മാരുടെ ലക്ഷണങ്ങൾ 3 അവൻ നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ഞാൻ മുസ്ലിമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നവനായിരിക്കാം. സംസാരിച്ചാൽ അവൻ കള്ളം പറയും, വാഗ്ദത്തം പാലിച്ചാൽ അത് ലംഘിക്കും, വിശ്വസിച്ചാൽ അവൻ ചതിക്കും. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ പറയുന്നു, 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ ശരിക്കും കപടനായി. അവയിൽ ഏതെങ്കിലും ഒന്നാണ് ഒരാളിലുള്ളതെങ്കിൽ അയാൾ അത് ഒഴിവാക്കുന്നത് വരെ കാപട്യത്തിൻ്റെ ഒരു ലക്ഷണമുള്ളയാളാണ്. സംസാരിച്ചാൽ അവൻ കള്ളം പറയും, വാഗ്ദത്തം പാലിച്ചാൽ അത് ലംഘിക്കും, വിശ്വസിച്ചാൽ അവൻ ചതിക്കും, പരസ്പരം തെറ്റിയാൽ തെറി വിളിച്ചു പറയും. കാപട്യം ഹൃദയത്തിലാണെങ്കിൽ അത് അവിശ്വാസമാണ്, ചെയ്തികളിലാണെങ്കിൽ അത് കുറ്റകരമാണ് എന്ന് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം കാപട്യം ഉൾക്കൊള്ളുന്നവരെ കുറിച്ചാണ് ഇതടക്കമുള്ള 13 വചനങ്ങളിൽ പ്രതിപാദിക്കുന്നത്. വിശ്വാസികളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പറയാൻ 4 വചനങ്ങൾ, അവിശ്വാസികളെക്കുറിച്ച് പറയാൻ 2 വചനങ്ങൾ, കപടന്മാരെക്കുറിച്ച് പറയാൻ 13 വചനങ്ങൾ. ഇതിൽ നിന്ന് തന്നെ മുസ്ലിം സമൂഹം എത്രത്തോളം ജാഗരൂകരായിരിക്കണം അത്തരക്കാരെക്കുറിച്ച് എന്ന് വ്യക്തമാവുന്നുണ്ട്. വിശ്വാസികളാരും കാപട്യത്തിൽ പെടാതിരിക്കുവാനും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ 4 സ്വഭാവങ്ങൾ സ്വന്തത്തിലില്ലെന്ന് ഉറപ്പുവരുത്തുകയും അവയിലൂടെ കപടന്മാരിൽ ഉൾപ്പെട്ടു പോകുന്നില്ലെന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടവരാണ് വിശ്വാസി എന്ന പാഠവും അവരെക്കുറിച്ച് ഇത്രയേറെ വിശദീകരിച്ചതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ 4-ാമത്തെ അധ്യായം 145 വാക്യത്തിലൂടെ അള്ളാഹു പറയുന്നു, തീർച്ചയായും കപടവിശ്വാസികൾ നരകത്തിൻ്റെ അടിത്തട്ടിലാണ് തീർച്ച. അവരെ സഹായിക്കുന്നവരെയൊന്നും നിനക്ക് കാണാനാവില്ല.